വീട്ടിൽ ചെന്നപ്പോഴേ സുധീരൻ്റെ ഓർമ്മ നമുക്ക് പാടില്ല. Yeah. സുധീരന് അത് ഇറിറ്റേഷനാണ് എങ്ങനെ പുള്ളിക്കാരിക്ക്. പിന്നെ ഞാൻ ഒരിക്കൽ സുധീരൻ്റെ ഫോട്ടോ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അത് ഇഷ്ടപ്പെട്ടില്ല. സുധീരനെ ഇഷ്ടമല്ല, അത് സുധീരൻ്റെ ഫോട്ടോ എനിക്ക് കാണുന്നത് ഇഷ്ടമില്ല. അതായത് കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയോട് രേണുസുധിക്ക് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. കൊല്ലം സുധിയുടെ ഡൂപ്പാണെന്നാണ് താങ്കളെ പറയപ്പെടുന്നത്. അങ്ങനെ വിളിക്കുന്നത് രണ്ടൊരു മാറിപ്പോന്നാണ് പറയുന്നത്. രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ താങ്കൾ ഏത് സമയത്താണ് പരിചയപ്പെടുന്നത്, എങ്ങനെയാണ്? രേണു വിളിക്കും, രേണു അച്ഛൻ വിളിക്കും, അമ്മ കാണണമെന്ന് പറഞ്ഞു. അതായത് സുധിചേട്ടൻ്റെ മരണശേഷം പോയത്. രേണുസുധി എന്താണ് ഇങ്ങോട്ട് ചോദിച്ചത്? അങ്ങനെ വൈഫിന്റെ കാര്യം, കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ താങ്കൾ പറയുന്നു കല്യാണം കഴിക്കാൻ രേണുസുധി താങ്കളോട് ആവശ്യപ്പെട്ടെന്ന് പറയുന്നു. അതേ രേണുസുധി തന്നെ പറഞ്ഞിട്ടുണ്ട്, താങ്കളോട് പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുധി എന്ന വ്യക്തിയോട് അവർക്ക് വലിയ താല്പര്യമില്ലെന്ന് പറയുന്നത്. ഒരു യൂട്യൂബിൽ ഒരു മീഡിയയിൽ വരികയാണ്, സുധീരൻ വലുതാണ്, സുധീരല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, സുധീരൻ്റെ ഓർമ്മ മൊത്തം വരികയെന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ എഴുതിയിട്ടായിരുന്നു, ഈ പറഞ്ഞ മൊത്തം കള്ളവണം ഇവള് കൂടായ്പാണെന്ന് എഴുതി. രേണുവിൻ്റെ ഇൻസ്റ്റയിൽ തന്നെ നോക്കിയാൽ പുള്ളിക്കാരി ഏറ്റവും ഉള്ളത് ജെൻസാണ് ഏറ്റവും ഉള്ളത്. പിന്നെ വേറൊരു പയ്യൻ്റെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ഒരു താടി വെച്ചൊരു പയ്യൻ്റെ ഫോട്ടോ അയച്ചു. അപ്പോൾ തന്നെ ഫോട്ടോ അങ്ങ് ഡിലീറ്റായി പോയി. ദാസല്ലേ മറ്റേ കോഴിക്കോട് ദാസ്. ആ പുള്ളിക്കാരൻ മുമ്പ് രേണു വരുന്ന മുമ്പേ വേറൊരു പുള്ളിക്കാരൊരു വീഡിയോ ചെയ്തായിരുന്നു. ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ വീഡിയോ ആ പുള്ളിക്കാരൻ്റെ ദാസിൻ്റെയും ക്യാമറമാനെയും ഈ പുള്ളിക്കാരി ഒരു ദിവസം കൂടെ വന്നാലേ ബാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തു പോകും. കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരാൾ അല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ പുള്ളിക്കാരിയെ വിളിച്ചൊരു ആളല്ലേ, കൂടെ കഴിയാൻ വിളിച്ച ഒരാളാണ്. അതായത് ഇതിന് രേണുസുധിക്ക് മുന്നേ വീഡിയോ ചെയ്ത വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും കോഴിക്കോട് ദാസേട്ടനും അതിന്റെ ഫോട്ടോഗ്രാഫറാണ് ആവശ്യപ്പെട്ടത്. സെയിം ഫോട്ടോഗ്രാഫർ തന്നെയാണ് രേണുസുധി ചെയ്തത്. പണം ആവശ്യപ്പെട്ടുള്ള വിളിയാണോ അതൊരു നോർമൽ ആയിട്ടുള്ള ഫോൺ കോളുകളാണ്? നോർമലായിട്ടുള്ള കോൾ എന്ന് വെച്ചാൽ അച്ഛനെ വിളിക്കുന്നത് നോർമലായിട്ട് വിളിക്കുന്നത്, രേണുവിനെ വിളിക്കുന്നത് പൈസ ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത്. ആ പൈസയ്ക്ക് ആവശ്യം മാത്രമേ ഇങ്ങനെ വിളിക്കാറുള്ളൂ. അപ്പോൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ രേണുസുധിയുടെ ഒരു റിയാക്ഷൻ ഒന്നും വേണ്ടിയില്ല. പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് ചോദിച്ചു പുള്ളിക്കാരി ചീത്തോളിയും കാര്യം അതൊക്കെ ആയി. രേണു എന്ന് പറഞ്ഞ വ്യക്തി പലപ്പോഴായിട്ട് താങ്കളുടെ ലൈഫിൽ ഇപ്പോൾ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു, പക്ഷേ എന്ന് വെച്ചാൽ ഇതെല്ലാം തിരിച്ചാണ് രേണു പലയിടത്തും പറയുന്നത്. അതങ്ങനെ പറയുന്നത് പുള്ളിക്കാരി. ഇപ്പോൾ രേണുസുധി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അയക്കുന്ന മെസ്സേജുകൾ താങ്കളുടെ ഉണ്ടത്. ഇപ്പം ഇല്ല, എൻ്റെ ഫോൺ കേടായിരിക്കുകയാണ്. മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ലക്ഷ്മി നക്ഷത്രത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ഒരു ഇതിനകത്തുള്ളൊരു ലക്ഷ്മി നക്ഷത്രമാണ് പുള്ളിക്കാരിക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്ന പറഞ്ഞായിരുന്നു പുള്ളിക്കാരി. കൊല്ലം സുധി അദ്ദേഹത്തിന്റെ സ്പ്രേ ഒക്കെ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള നിരവധി അത് അവർ സ്പ്രേ അവർ കുറച്ച് റീച്ചിട്ടാണ് ചെയ്തതല്ലേ, അവരെ മീഡിയക്ക് റീച്ചിട്ടാണ് ചെയ്തതല്ലേ ലക്ഷ്മി നക്ഷത്രം. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്നെ അറിയാമല്ലോ, പുള്ളിക്കാരി എന്തുകൊണ്ട് എന്നെ പറഞ്ഞില്ല. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് രതീഷ് വെള്ളനാടാണ്. നമസ്കാരം. എന്തൊക്കെയാണ് ചേട്ടാ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ഇപ്പോൾ എന്താണ് നിലവിൽ ചേട്ടൻ ചെയ്യുന്നത്? ഇപ്പം സിനിമയെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കോമഡി സ്കിറ്റ് റൈറ്ററാണ്, പിന്നെ കോമഡി ഷോ ചെയ്തിട്ടുണ്ട്, ടി വിയിൽ ചെയ്യുന്നുണ്ട്, അമൃത ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ പോകുന്നു. ശരി, വർക്കുകൾ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. എത്ര കാലമായിട്ട് മിമിക്രി കലാരംഗത്തും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്? ഒരു 12 വർഷമായിട്ട് ഇതിൽ നിൽക്കുകയാണ്. എങ്ങനെയായിരുന്നു ഇതിനകത്തേക്കുള്ള വരവും കാര്യങ്ങളും? ഒരുപാട് ഞാൻ തിരുവനന്തപുരം കലാരംഗിൽ ശിവമുരളിയുടെ കൂടെ ചേട്ടനെ കണ്ട് അങ്ങനെ ചേട്ടൻ ട്രൂപ്പിൽ വന്നു. പിന്നെ ട്രൂപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്തു ചേട്ടൻ്റെ കൂടെ. പിന്നെ സ്റ്റേജ് ഷോ ചെയ്യാൻ പോകും. അങ്ങനെ എൻ്റെ സൗണ്ട് സ്റ്റേജിൽ നിന്ന് പോയായിരുന്നു. അങ്ങനെ കാറ്റ് മാത്രമേ ഉള്ളൂ, സൗണ്ടില്ലായിരുന്നു. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ച് അങ്ങനെ അതിലിരിക്കുക, റെസ്റ്റിലിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് കുടുംബം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കുടുംബം, വൈഫ്, ഒരു മോനുണ്ട്, അമ്മ, അച്ഛൻ എല്ലാം ഞാൻ ഇല്ല. തിരുവനന്തപുരത്താണ്. ഇപ്പോൾ സുധിച്ചേട്ടനുമായിട്ട് ഇപ്പോൾ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള പരിചയം അങ്ങനെയൊക്കെയാണ് താങ്കളെ യൂട്യൂബിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ കണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സൗഹൃദം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മുമ്പ് ഇതുണ്ടല്ലോ ടിക്ടോക്ക്, അപ്പോൾ സുധീരനെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ സുധീരൻ അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ടിക്ടോക്ക് വഴി വൈഫാണ് ഇരിക്കുന്ന ആളെ കാണിച്ചിരുന്നതും. അങ്ങനെ സുധീരൻ്റെ വൈഫ് എങ്ങനെ കണ്ട് സുധീരൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ നമ്പർ ചോദിച്ചു, അങ്ങനെ മേടിച്ച് സുധീരനെ വിളിക്കും. നല്ലൊരു ബന്ധങ്ങളായിരുന്നു. ഇപ്പോൾ പലരും പറയുന്നത് വെച്ചാൽ താങ്കൾ മിമിക്രിക്കാരത്തിനൊപ്പം തന്നെ സുധിച്ചേട്ടൻ്റെ ഏകദേശം മുഖച്ചായുള്ള പോലെ തോന്നുന്നു. അല്ല, എല്ലാം അമൃത ചാനലിൽ സുധിന്നാണ് വിളിക്കുന്നത്. പുതിയ സുധി, കൊല്ലം സുധിന്നാണ് വിളിക്കുന്നത്. കൊല്ലം സുധി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെയാണ് വിളിക്കുന്നത്. കൊല്ലം സുധിയുടെ ഡൂപ്പാണെന്നാണ് താങ്കളെ പറയപ്പെടുന്നത്. അങ്ങനെ വിളിക്കുന്നത്. രണ്ടുപേരും മാറിപ്പോകുന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ ഷോയിലൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തില്ല, നമുക്ക് അതിനുള്ള അവസരം വന്നിട്ടില്ലായിരുന്നു. ചേട്ടനൊക്കെ പോയി കാണും, എറണാകുളത്തൊക്കെ വെച്ച് കാണും. പൈസ വണ്ടി ശേഖരം അങ്ങനെ പൈസ കൊടുത്തു. ഞാൻ ഇങ്ങനെ വരും. എനിക്ക് അമൃതയിലായിരുന്നു, ഇവിടെ ചിത്രാംഗൻ സ്റ്റുഡിയോയിലായിരുന്നു നമുക്ക് ഷൂട്ട്. പുള്ളിക്കാരൻ അവിടെ എറണാകുളത്തുമായിരുന്നു. ഓക്കെ, അമൃതയുടെ തന്നെ ഷൂട്ട്. അപ്പോൾ ഈ അദ്ദേഹത്തിനുള്ള സൗഹൃദം എത്രത്തോളം ഉണ്ടായിരുന്നു? സുഹൃത്തോളം അല്ല, ഒത്തിരി നാളുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ.
പിന്നെ ഞാൻ പുള്ളിക്കാരൻ എപ്പോഴും ഒരു അത്യാവശ്യം പറഞ്ഞ് കാശ് വേണം. അപ്പോൾ എനിക്ക് ഒരു ഇതായി, ഇപ്പം നമുക്ക് എപ്പോഴും കാശ് കാണത്തില്ല, കടം ചോദിക്കായിരുന്നു. കടം ചോദിക്കുക. അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കൊച്ചിൻ്റെ വയ്യാണ്ടാകും അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിലാണ് രേണുവിനെ നമ്മൾ സഹായിച്ച് പോകുന്നത്. ഇപ്പോൾ വെച്ചാൽ താങ്കളുമായിട്ടുള്ള വിവാദങ്ങളുണ്ട്, ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെയാണ് താങ്കളുടെ പേരിൽ വരുന്നത്. അപ്പോൾ ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ താങ്കൾ ഏത് സമയത്താണ് പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് ചേട്ടൻ മരിക്കുന്ന മുമ്പ് അറിയായിരുന്നു. അതാണ് രേണുവായിട്ട് നമ്മൾ കൂടുതലായിട്ട് വീട്ടിൽ എന്നെ വിളിക്കുമായിരുന്നു. കാര്യം രേണു വിളിക്കും, രേണുവിൻ്റെ അച്ഛൻ വിളിക്കും, അമ്മ വിളിക്കുമായിരുന്നു എന്നെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ പോകാൻ പറ്റില്ല, എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ എല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നിന്നിട്ട് കുറച്ച് നേരം പോയിരുന്നില്ല. പിന്നെ ഏതാണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞാണ് അങ്ങോട്ട് പോയത്. അതായത് സുധിച്ചേട്ടൻ്റെ മരണശേഷം മരണശേഷമാണ് പോയത്. അപ്പോഴാ പള്ളിയിൽ അച്ഛൻ തന്നെ കാണുന്നത്, പാലയിൽ പാമ്പാടി, ഓക്കെ. ആ പാമ്പാടിയിൽ എന്നെ കാണാം. അപ്പോൾ അന്ന് ഞാൻ പോയ സമയത്ത് പള്ളി തരം കഴിഞ്ഞു പോയായിരുന്നു. അങ്ങനെ രേണുവിനെ പറഞ്ഞ് നേരെ വീട്ടിൽ വന്നാൽ മതി, അവിടെ അച്ഛനെ കാണാൻ പറ്റത്തില്ല പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി മോനെ കണ്ട് അച്ഛനെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, അപ്പച്ചൻ നല്ല വിളിക്കുമായിരുന്നു. അപ്പോൾ രേണുവിനെ പറഞ്ഞ അപ്പച്ചൻ മരിച്ചുപോയി, വണ്ടി അടിച്ച് മരിച്ചുപോയി, ഇത് അപ്പച്ചൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് മകന് അച്ഛനെ പോലെയാണ് താങ്കളെ കാണുന്നത്. ആ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അച്ഛൻ തന്നെ വിളിക്കുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തെ തന്നെ മുഖച്ഛായുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡൂപ്പായിട്ട് തോന്നുന്ന വ്യക്തിയെ താങ്കൾ ഇളയ മകൻ കാണുമ്പോൾ അച്ഛനാണ് വിളിച്ചത്. അപ്പോഴും ആ സമയത്ത് രേണു പറയുന്നു അച്ഛനല്ലെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വിളിക്കണമെങ്കിൽ പുള്ളിയെ വിളിക്കട്ടെ എന്ന് ഞാൻ വൈഫിൻ്റെ എല്ലാം പറഞ്ഞു. അങ്ങനെ അപ്പോഴും വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കുറച്ച് വലുതാകുമ്പോൾ അങ്ങ് മാറുമല്ലോ. അതായത് താങ്കളുടെ വീട്ടിലും വൈഫിനൊക്കെ അറിയാമായിരുന്നു? അറിയാം. ഇപ്പോൾ രേണുസുധിയായിട്ടുള്ളൊരു സൗഹൃദം കൂടുതൽ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. ഇപ്പോൾ അവരുടെ അച്ഛൻ വിളിക്കാറുണ്ട്, അമ്മ വിളിക്കാറുണ്ട് വെച്ച് ഇത് പണം ആവശ്യപ്പെട്ടുള്ള വിളിയാണോ അതൊരു നോർമലായിട്ടുള്ള ഫോൺ കോളുകളാണ്? നോർമലായിട്ടുള്ള കോൾ എന്ന് വെച്ചാൽ അച്ഛനെ വിളിക്കുന്നത് നോർമലായിട്ട് വിളിക്കുന്നത്, രേണുവിനെ വിളിക്കുന്നത് പൈസയുടെ ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത്. ആ പൈസയ്ക്ക് ആവശ്യം മാത്രമേ ഇങ്ങനെ വിളിക്കാറുള്ളൂ. പൈസയുടെ ആവശ്യപ്പെട്ടാണ് മാത്രമേ വിളിക്കാറുള്ളൂ. ശരിക്കും വെച്ചാൽ കടമായിട്ട് പൈസ ചോദിക്കുകയാണോ അതോ ഒരു സഹായം എന്നുള്ള രീതിയിലാണോ? മുമ്പ് റിട്ടേൺ തരാമെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന വിളിക്കുകയാണ്. പിന്നെ കുറച്ച് വന്നപ്പോഴേ ഈ സുധിയേട്ടനെ വീട്ടിൽ പോയതല്ലേ, വീട്ടിൽ ചെന്നപ്പോഴേ സുധിയേട്ടൻ്റെ ഓർമ്മ പാടില്ല. സുധിയേട്ടൻ അത് ഇറിറ്റേഷനാണ് പുള്ളിക്കാർക്ക്. പിന്നെ ഞാൻ ഒരിക്കൽ സുധിയേട്ടൻ്റെ ഫോട്ടോ ചെയ്ത് കൊടുത്തായിരുന്നു, എങ്ങനെ കല്യാണ ഫോട്ടോ ആയിട്ട്. അപ്പോൾ പുള്ളിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സുധിയേട്ടനെ എനിക്ക് ഇഷ്ടമല്ല, അത് സുധിയേട്ടൻ്റെ ഫോട്ടോ എനിക്ക് കാണുന്നത് ഇഷ്ടമില്ല. എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ ഒരു മീഡിയയിൽ വരികയാണ്, സുധിയേട്ടൻ ഇതാണ്, സുധിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, സുധിൻ്റെ ഓർമ്മ മൊത്തം വരികയെന്നൊക്കെ പറഞ്ഞാൽ അറിയാം. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ എഴുതിയിട്ടായിരുന്നു ഈ പറഞ്ഞ മൊത്തം കള്ളവണം ഇവള് ഉടായ്പാണെന്ന് എഴുതിയത്. ഇതിനെയും തൂക്കിക്കൊണ്ട് ഇവിടെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ സ്റ്റേഷൻ്റെ പേര് മറന്നുപോയി. അവിടെ കൊണ്ട് പരാതി ഇട്ട്. അങ്ങനെ SI വിളിക്കുന്നു, CI വിളിക്കുന്നു, വനിതാ പോലീസ് വിളിക്കുന്നു. ഒരു ദിവസം പുള്ളവി എന്നെ തുടരെ 3 ദിവസം തന്നെ അവർ വിളിക്കുന്നു വരാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ എന്ത് വരുന്നത് ചോദിച്ചു. അതങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടി. അപ്പോൾ കംപ്ലയിൻറ്റ് നിങ്ങൾ കസ്റ്റമർ എൻ്റെ സ്റ്റേഷനകത്തിൽ നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞു. അത് വേണ്ട, അവിടെ നിന്ന് പറ്റുള്ളത് പറഞ്ഞ് നിങ്ങൾക്ക് തീർക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞ് തീർക്കാൻ ഞാൻ നമ്മളെ കുടുംബശ്രീയല്ലല്ലോ നമ്മൾ വിളിച്ചത്, ഞാനും അവരുടെ ബന്ധം ഞാനല്ല എല്ലാം കഴിച്ചത്, സുധിയാണ് എല്ലാം കഴിച്ചതെന്ന് പറഞ്ഞു. അതായത് താങ്കൾ അതായത് രേണുസുധിയൊക്കെ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എവിടെയുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, താങ്കളെ കാണുമ്പോൾ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി ഓർമ്മ വരും. രേണുസുധിക്ക് അങ്ങനെ ഒരു ഓർമ്മ പാടില്ല, ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു സമയമായിട്ട് ഇങ്ങനെ നമ്മൾ നിരീക്ഷൊരു വിഷയമായ സമയത്ത് ഞാൻ ലക്ഷ്മി നക്ഷത്രത്തെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അത് നിങ്ങളുടെ വിഷയം നിങ്ങൾ തീർത്തു വേണം, അതിൽ എന്നെ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ റെക്കോർഡിംഗ് ഈ ഫോട്ടോ അയക്കുന്ന വെച്ചില്ല, അതായത് നിങ്ങൾ അവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു കല്യാണ ഫോട്ടോ താങ്കൾ ഡിസൈൻ ചെയ്ത് അയക്കുന്നു, അങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നു. ശരിക്കും അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? സാഹചര്യം ഉണ്ടായത് ഞാൻ ഈ വീട്ടിൽ പോകുന്ന മുമ്പെയാണ് ചെയ്ത് അയച്ചത്. അപ്പോഴത്തേക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് സുധിയായിട്ട് ഒരു ടച്ച് ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ മീഡിയയിൽ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ അതിനെ ചൊല്ലി നമ്മൾ കുറച്ച് വിഷയങ്ങളുണ്ടായി. പിന്നെ നമ്മൾ സംസാരമുണ്ടായി. അപ്പോൾ അതിന് ശേഷം അത് കൂടുതലായിട്ട് അത് പ്രസ് ചെയ്തില്ല പുള്ളിക്കാരി. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുടെ ഒരു സുഹൃത്താണ് ഇപ്പോൾ രേണുസുധി പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, പൈസ ചോദിച്ചിട്ടുണ്ട്, കുടുംബമായിട്ട് ബന്ധമുണ്ട്, അമ്മ അച്ഛൻ ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, ചേച്ചിയൊക്കെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതേ താങ്കൾ തന്നെ ഈ രേണുസുധി കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെ കുറിച്ച്, അതായത് കൊല്ലം സുധിയെ കുറിച്ച് സംസാരിച്ച വിഷയത്തിൽ താങ്കൾക്ക് നേരിട്ട് പറയാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് കമന്റ് ആയിട്ടുള്ളൊരു പോസ്റ്റിന് ഉടായ്പാണെന്നുള്ള രീതി ചെയ്യേണ്ടതെന്നാണ് കാര്യം. അത് അങ്ങനെ ചെയ്താൽ ആളിനറിയണം ഈ പുള്ളിക്കാരി ചെയ്യുന്നത് ഉടായ്പിൻ്റെ ഇതാണെന്ന് അറിയണം. ഒരാളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഒരാളെ പിന്നെ വേറെ മീഡിയയിൽ മുമ്പ് വെച്ച് ഇഷ്ടമാണെന്ന് പറയുന്നത് മോശമല്ലേ? അതായത് കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയോട് രേണുസുധിക്ക് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. പിന്നെ രേണുവിൻ്റെ ഇൻസ്റ്റയിൽ തന്നെ നോക്കിയാൽ പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ ഉള്ളത് ജെൻസാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ വേറൊരു പയ്യൻ്റെ ഫോട്ടോ അയച്ചിരുന്നായിരുന്നു, ഒരു താടി വെച്ചൊരു പയ്യൻ്റെ ഫോട്ടോ അയച്ച ഒരു
അപ്പോൾ തന്നെ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ആയി പോവുകയും ചെയ്തു, കളയും. ആ പയ്യൻ്റെ ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കളെ കുറിച്ച് ആരോപണം താങ്കൾ രേണുസുതിയുടെ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തി അങ്ങനെയുള്ള ഒരു ആരോപണമൊക്കെ ഉണ്ടായിട്ടല്ലോ അതിന് അങ്ങനെ ഉണ്ടായില്ല. ഞാൻ സുധീറിൻ്റെ ബന്ധം എന്ന് വെച്ചാൽ സുധീർ ഒരു ബന്ധം വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. അല്ല ഈ നമ്മൾ അടുത്ത നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു അങ്ങനെ താജ് പത്തനംതിട്ട എന്ന് പറഞ്ഞ വ്യക്തിയെ രേണുസുതി വിളിച്ചു, അതായത് അല്ല താജേട്ടനെ ഞാൻ ചേട്ടനൊന്നും അറിയത്തില്ല. ഈ വിഷയമായ സമയത്ത് ഒത്തിരി കോൾ എന്നെ വരുമായിരുന്നു, ഭീഷണിപ്പെടുത്തി കോൾ വരുമായിരുന്നു. അങ്ങനെ ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു, ഇപ്പോഴാണ് അറിയുന്ന പുള്ളിക്കാരൻ എന്നെ വിളിച്ചതെന്ന്. ഞാൻ പുള്ളിക്കാരനെ കുറച്ച് നേരം ചീത്ത വിളിയായിരുന്നു. അങ്ങനെ ഈ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തായിരുന്നു, സ്ക്രീൻഷോട്ടെല്ലാം അയച്ചു കൊടുത്തായിരുന്നു. നമ്മൾ ചോദിക്കുന്നതല്ല, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് രേഷ്മ പി തങ്കച്ചൻ എന്ന രേണുസുതി അദ്ദേഹത്തിന് വിളിച്ചു, തിരുവനന്തപുരത്തുള്ള കൊല്ലം സുധിയുടെ ഡ്യൂപ്പ് ആയിട്ട് തോന്നിക്കുന്ന രതീഷ് എന്ന വ്യക്തി രേണുസുതി വിവാഹം കഴിക്കണമെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള അഭ്യർത്ഥന നടത്തുന്നു. അത് നിരസിച്ചതുകൊണ്ട് അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരി ചോദിച്ചായിരുന്നു, ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു, അങ്ങനെ ഒരു പരിപാടികളുണ്ട്, അങ്ങനെ നമുക്ക് പോകാം. അപ്പം ഞാൻ അറിയില്ല, ഒരു വൈഫുണ്ട്, വൈഫൊന്നും കളയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സേജുകൾ ഒത്തിരി രേണുസുതി എന്താണ് ഇങ്ങോട്ട് ചോദിച്ചത്, അങ്ങനെ വൈഫിൻ്റെ കാര്യം, കല്യാണം കഴിക്കുന്ന കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് അതൊക്കെ നീട്ടിപ്പോയില്ല. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണം. അപ്പോൾ താങ്കൾ പറയുന്നു കല്യാണം കഴിക്കാൻ രേണുസുതി താങ്കളോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അതേ രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, താങ്കളോട് പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുധി എന്ന വ്യക്തിയോട് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ താല്പര്യമില്ലാത്ത അതേ മുഖച്ചായുള്ള താങ്കളോട് അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തേണ്ട കാര്യം എന്തായിരിക്കും? അല്ല, നമ്മൾ അത്ര ഒരു ബന്ധം അവരുടെ കുടുംബത്തോട് നമുക്ക് ഉണ്ടായിരുന്നു. അവരുടെ മോൻ വിളിക്കുന്നു, അവരുടെ അച്ഛൻ തന്നെ വലിയ കാര്യമായിരുന്നു. അമ്മ ഒരിക്കലും കണ്ടപ്പോഴും നല്ല കരച്ചിലും കാര്യമായിരുന്നു, മോൻ കരഞ്ഞ്. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു, പിന്നെ പുള്ളിക്കാരി എവിടെയും പോകുമ്പോഴും നമ്മുടെ അറിയിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായി, അത് താങ്കളുടെ വൈഫിനും അറിയായിരുന്നു? ഇങ്ങനെ അറിയായിരുന്നു. രേണുസുതി ഇങ്ങനെ വിവാഹ അഭ്യർത്ഥന നടത്തിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയായിരുന്നു? അറിയായിരുന്നു. അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, പുള്ളിക്കാരി ചിരിക്കാൻ കഴിയും. പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരി ഓരോ കാണുമ്പോൾ പുള്ളിക്കാരി ഇഷ്ടമല്ല വൈഫിന്. സത്യം പറഞ്ഞാൽ വൈഫിന് ഇഷ്ടമല്ല ഈ പുള്ളിക്കാരി. ഇന്നലെ വരെ എൻ്റെ വൈഫ് വിളിച്ച് പറയുന്നത് എൻ്റെ കാമുകയാണെന്നത്. ഇതൊക്കെ കാണുമ്പോഴേ അതാണ് മീഡിയയിൽ നമ്മൾ മുമ്പ് വരാത്തത് കാര്യം. അല്ല, ഇപ്പം അങ്ങനെയുള്ള പല ആരോപണങ്ങളും രേണുസുതിക്കെതിരെ ഉണ്ടാകും. രേണുസുതി വിവാഹ അഭ്യർത്ഥന നടത്തിയ ആളുകളുടെ പേരുകൾ ചിലർ പറയുന്നു, പറയാതിരിക്കുന്നു, പേരുകൾ പറയാതുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അപ്പം അതിൽ ഉൾപ്പെട്ടു പോയ ഒരാളാണ് താങ്കൾ. അപ്പം ഇപ്പം താങ്കളുടെ ഒരു അവസ്ഥ എന്താണ് ശരിയല്ലേ? ഇപ്പോഴങ്ങനെ ഒരു അവസ്ഥ പറയാൻ പറ്റില്ല. കാര്യം ഈ രേണു പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കള്ളം പറയുന്നു, അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ പൈസ വെച്ചപ്പോൾ ചീത്ത വിളിച്ചു. താങ്കൾ പണം കൊടുത്തിട്ടുണ്ട്? അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തെളിവണ ചോദിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അയച്ചു കൊടുത്തായിരുന്നു. പുള്ളിക്കാരെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത്. ആ പുള്ളിക്കാരെ നമ്പർ മൊത്തം ബ്ലോക്കാണ്, 3 നമ്പറും ബ്ലോക്കാണ്. കൂട്ടുകാരിക്കാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഈ പൈസ തിരിച്ചു ചോദിച്ചപ്പോഴാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വയ്യാണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ രേണുസുതിയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടിയില്ല. പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ചീത്ത വിളിയും കാര്യം അതൊക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ രേണുസുതി പലരും പറയുന്നവരാണ്, രേണുസുതി നിരവധി ഫോൺ നമ്പറുകൾ യൂസ് ചെയ്യും. 3 നമ്പർ എൻ്റെ 3 നമ്പർ എൻ്റെ ഞാൻ കാണിച്ചു തരാം. 3 നമ്പറുണ്ട് പുള്ളിക്കാരി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തവർക്ക് പൈസ കൊടുക്കാതെ ആകുമ്പോഴാണോ രേണുസുതി നമ്പർ മാറുന്നതെന്ന് താങ്കൾ തോന്നിയത്? ഇല്ല, എൻ്റെ കൂടെ കൂടുതലായിട്ട് അങ്ങനെയല്ല. പുള്ളിക്കാരി അത് അങ്ങനെ എന്നെ ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാരി പഴയ നമ്പറിൽ എല്ലാവരും ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം നമ്പർ മാറ്റിയത്. എന്നിട്ട് വേറൊരു നമ്പർ തന്നു. പിന്നെ രണ്ടാമത് വേറൊരു നമ്പർ തന്നു. എൻ്റെ രേണുസുതിയായിട്ട് താങ്കൾക്ക് നമ്പർ തരുന്നതാണ്? അത് തന്നതാണ്. 3 നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതായത് ഇപ്പോൾ സുധി എന്ന് പറഞ്ഞ താരത്തെ, അതായത് കലാകാരനെ താങ്കൾക്ക് അറിയാം, താങ്കൾ മിമിക്രി രംഗത്ത് നിന്ന ആളാണ്. പക്ഷേ അതൊക്കെ ഉപരിയായിട്ട് രേണു എന്ന് പറഞ്ഞ വ്യക്തി പലപ്പോഴായിട്ട് താങ്കളുടെ ലൈഫിൽ ഇപ്പോൾ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഇതെല്ലാം തിരിച്ചാണ് രേണു പലയിടത്തും പറയുന്നത്. അതങ്ങനെ പറയുന്നത് പുള്ളിക്കാരി തിരിച്ചാണ് പറയുന്നത്. താജിക്കയുടെ പറഞ്ഞെന്ന് പറയുന്നത് പുള്ളിക്കാരി ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണുസുതി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അയക്കുന്ന മെസ്സേജുകൾ താങ്കളുടെ ഉണ്ടോ? ഉണ്ട്. ഇപ്പം ഇല്ല, എൻ്റെ ഫോൺ കേടായിരിക്കുകയാണ്. മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ലക്ഷ്മി നക്ഷത്രത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ഒരു ഇതിനകത്തുള്ളൊരു? ലക്ഷ്മി നക്ഷത്രത്തെയാണ് പുള്ളിക്കാരിക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു പറഞ്ഞായിരുന്നു പുള്ളിക്കാരി. അല്ല, അങ്ങനെയല്ല. ഇപ്പം അവരാണ് രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി കൊല്ലം സുധിയുടെ മരണശേഷം ഒരു വീട്ടിൽ മാത്രം ഇരുന്നൊരു വ്യക്തിയെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചൊരു വ്യക്തി എന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്രയാണ്. ആളുകൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ ആളുണ്ട്, അവരുടെ ജീവിതം ഇങ്ങനെയാണ്, അവരിങ്ങനെ ആഗ്രഹിക്കുന്ന പല, ഇപ്പം കൊല്ലം സുധി അദ്ദേഹത്തിൻ്റെ സ്പ്രേ ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള നിരവധി അത് അവർ സ്പ്രേ അവർ കുറച്ച് റീച്ചിട്ടാണ് ചെയ്തതല്ലേ. അവരെ മീഡിയക്ക് റീച്ചിട്ടാണ് ചെയ്തതല്ലേ ലക്ഷ്മി നക്ഷത്രം. പുള്ളിക്കാരിക്ക് എന്നെ അറിയാമല്ലോ. പുള്ളിക്കാരി എന്തുകൊണ്ട് എന്നെ പറഞ്ഞില്ല? എന്നെ അറിയാമല്ലോ.
അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തരുത്, എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയുന്നതിലൊരു ന്യായമില്ലാത്ത കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അതിലപ്പോൾ അവർക്കറിയാം ഇതിലെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ബാഗ് അടിച്ച് മാറിയത്. അതായത് നിങ്ങൾ തമ്മിലിപ്പോൾ രേണുസുതിയും രതീഷുമായിട്ടുള്ള സൗഹൃദം ലക്ഷ്മി നക്ഷത്രമൊക്കെ അറിയായിരുന്നു. നിങ്ങൾ തമ്മിൽ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള ലക്ഷ്മി നക്ഷത്രം എത്ര കാലങ്ങളായിട്ട് അറിയാം? പുള്ളിക്കാരിയെ രേണുസുതിയായിട്ടെല്ലാം മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊന്നും അറിഞ്ഞത് ഉള്ള ഇതായിരുന്നു. നേരിട്ട് കണ്ടിട്ടുണ്ട്? ഇല്ല കണ്ടിട്ടില്ല, ഫോൺ വഴിയുള്ളതായിട്ടുള്ളൂ പുള്ളിക്കാരി. അപ്പോൾ ഈ നിങ്ങൾ നമ്മൾ സൗഹൃദത്തെക്കുറിച്ചൊക്കെ അല്ല, സംസാരിക്കും. പുള്ളിക്കാരിക്ക് അറിയാതെ പുള്ളിക്കാരി പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു ചെറിയൊരു വിഷയം വന്നപ്പോൾ ഞാൻ പുള്ളിക്കാരി അറിയിച്ചത്. ഇപ്പോൾ രേണുസുതിയും താങ്കളും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുമ്പും വാലുമായിട്ട് ആളുകൾ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല താങ്കളുടെ ഭാഗത്തായിരിക്കും തെറ്റ്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ വിമർശിക്കപ്പെടാം. അപ്പോൾ ആ വിമർശിക്കപ്പെടാതിരിക്കാൻ തന്നെ താങ്കളോട് തന്നെ ചോദിക്കണം, യഥാർത്ഥത്തിൽ എന്താണ് ആ ഡീറ്റെയിൽ ആയിട്ട് നിന്ന് പറയാം, എന്താണ് സംഭവം ഉണ്ടായത്? സംഭവം നമ്മൾ വഴക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലോ? അല്ല, ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം, എന്താണ് സംഭവം? നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞു. ഇനി കുറച്ച് പറയാം. ഞാൻ സുധിയേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ്, ഇവിടെ കോട്ടയത്ത്. പോയി മോനെ കണ്ടതെല്ലാം കഴിഞ്ഞു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ സംഭവം എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. സുധിയേട്ടനെ ഇഷ്ടം ഇല്ല പുള്ളിക്കാരിക്ക്. കഴിഞ്ഞു പിന്നെ ഈ പുള്ളിക്കാരി ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നു, യൂട്യൂബിൽ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഇത് വരുമ്പോൾ ഇന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത്, കാര്യം എന്നോട് ചാറ്റ് ചെയ്യുന്നു, ബാക്കി എല്ലാവരും ചാറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ എനിക്ക് അറിയാം പുള്ളിക്കാരി എല്ലാവരും പയ്യന്മാരെല്ലാം ചാറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ ഈ പുള്ളിക്കാരി കള്ളം പറയുന്നത് പറഞ്ഞു. അതായത് ഇന്റർവ്യൂവിൽ വന്ന് സുധിച്ചേട്ടൻ ആണ് എല്ലാമെന്നും അദ്ദേഹമാണ് അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ഭാഗം മറ്റൊരാളിനോട് ജീവിക്കാൻ പറയുന്നു. പറയുന്നു. എന്നോട് വേറൊരു പയ്യനെ ഫോട്ടോ അയച്ചിട്ട് പുള്ളിക്കാരി പിന്നെ എന്തിനാ സുധിയേട്ടൻ വലിച്ചെന്ന് പറയുന്നത്? താങ്കൾക്ക് മറ്റൊരു പയ്യന്റെ ഫോട്ടോ അയച്ചിട്ട് അയാളോടാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. സുധിയേട്ടനോട് ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഞാൻ താഴെ കമന്റ് ആയിട്ട് എഴുതി. അപ്പോഴാണ് ഈ വഴക്ക് തുടങ്ങുന്നത്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണോ? അല്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ മോശമില്ല, നമ്മൾ കാണാതെ പറയില്ല. ചാറ്റ് ചെയ്യുന്ന സംഭവം അറിയാം. പിന്നെ ഇപ്പം ദാസല്ലേ മറ്റേ കോഴിക്കോട് ദാസ്, ആ പുള്ളിക്കാരൻ മുമ്പ് രേണു വരുന്ന മുമ്പേ വേറൊരു പുള്ളിക്കാരൊരു വീഡിയോ ചെയ്തായിരുന്നു. ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ വീഡിയോ ആ പുള്ളിക്കാരൻ്റെ ദാസിൻ്റെയും ക്യാമറമാനെയും പുള്ളിക്കാരി ഒരു ദിവസം കൂടെ വന്നാലേ ബാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തു പറഞ്ഞു. മനസ്സിലായില്ല. പുള്ളിക്കാരൻ്റെ കൂടെ പോയാലേ ബാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തു പറഞ്ഞു. പുള്ളിക്കാരൻ്റെ കൂടെ കഴിഞ്ഞാലേ ബാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തു പറഞ്ഞു. കോഴിക്കോട് ദാസിൻ്റെയും ആ ക്യാമറമാൻ്റെ കൂടെയും. രേണുസുതി അല്ല, വേറൊരു പെൺകുട്ടി. ആ വീഡിയോ ആ പോസ്റ്റ് ഞാൻ വീഡിയോ അയച്ചു തരാം. പേര് പറയാൻ അവരുടെ കുടുംബം ജീവിക്കുന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വേറൊരു പുള്ളി ഇപ്പം റീച്ചായി നിൽക്കുന്ന ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി. ഈ പുള്ളിക്കാരി ആദ്യം വീഡിയോ ചെയ്തില്ലേ പുള്ളിക്കാരുടെ വീട്ടിലായിരുന്നു. അങ്ങനെയാണ് ഈ പുള്ളിക്കാരെ കൊണ്ടുവന്നത്. അങ്ങനെ വിഷയമുണ്ട് ഈ ദാസ്. അപ്പോൾ എനിക്ക് ദാസിൻ്റെ ഒരു അത്ര ഇതില്ല കാര്യം. ഈ കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരാൾ അല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ പുള്ളിക്കാരിയെ വിളിച്ചൊരു ആളല്ലേ, കൂടെ കഴിയാൻ വിളിച്ചൊരാളാണ്. അതായത് ഇതിന് രേണുസുധിക്ക് മുന്നേ വീഡിയോ ചെയ്ത വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി അതിന് തയ്യാറായില്ല. ആ ഫസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അത് കുറച്ചതായി. ഇപ്പോൾ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കുട്ടി ഒരു നിരന്തരം വിളിക്കുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ആണ് രേണുസുധിയായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ഞാൻ കുറച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ ഇവിടെ ഞാൻ ഈ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയത്തുള്ളായിരുന്നു. ശരിക്കും കോഴിക്കോട് ദാസേട്ടനും അതിന്റെ ഫോട്ടോഗ്രാഫറാണ് ഇത് ആവശ്യപ്പെട്ടത്. സെയിം ഫോട്ടോഗ്രാഫർ തന്നെയാണ് രേണുസുധി ചെയ്തത്. അപ്പം നല്ലൊരു വ്യക്തിയല്ല ദാസ് എന്ന് ഞാൻ പുള്ളിക്കാരൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാളാണ് ഈ പുള്ളിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ പറഞ്ഞത് സിനിമ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ പുള്ളിക്കാരി നമ്മൾ സിനിമ കാസ്റ്റിംഗ് വരുമ്പോൾ ഇവരെല്ലാം ഈ കാസ്റ്റിംഗ് കാണുമ്പോഴും നമുക്ക് റിക്വസ്റ്റ് ചെയ്യും, ഫോട്ടോസും ഇത് അയച്ചു തരും. നമ്മൾ അത് സിനിമയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കും. അങ്ങനെ ആ പുള്ളിക്കാരിക്ക് ഞാൻ ഒരു സിനിമയുടെ ഇതിൽ അയച്ചു വിട്ടത്, മോഹൻലാൽ ഒരു പടത്തിൽ എറണാകുളത്ത്. അപ്പോൾ ആ പുള്ളിക്കാർ അവിടെ പോയി മോഹൻലാലിൻ്റെ കൂടെ അടുത്തിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒരു ഡാൻസിൻ്റെ രംഗം ചെയ്യാനുള്ള ഇത് കിട്ടി. അപ്പോഴാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത്, ദാസിൻ്റെ കാര്യം പറയുന്നത്. ആ ഈ രേണുവിൻ്റെ വീഡിയോ വന്നപ്പോഴാണ് എൻ്റെ ഈ സംഭവം പറയുന്നത്. എൻ്റെ ഇപ്പോൾ രേണുസുധിയും താങ്കളുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത് താങ്കൾ പറയുന്നു, അവർ താങ്കളോട് പറഞ്ഞതിന് പരസ്പര വിരുദ്ധമായി ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ താങ്കൾ അതിനകത്ത് കമന്റ് ചെയ്യുന്നു അവർ ഉടായിപ്പാണ്. അതിനുശേഷം താങ്കൾക്കെതിരെ ഒരു പോലീസ് കേസ് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് എന്നെ പറഞ്ഞ് മറ്റേ മൂത്ത മോൻ്റെ കേസ് ഇന്ന ആടും പറഞ്ഞ് ഞാൻ കൊണ്ട് കേസ് എടുക്കുന്നു. മൂത്തമോൻ്റെ എന്താണ് കേസ്? മൂത്ത മോൻ്റെ അവൻ്റെ നോട്ടം ശരി അല്ല. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ആ ബൈക്ക് സുധീറിൻ്റെ പണ്ടത്തെ ബൈക്ക്. എനിക്ക് ആ ബൈക്ക് നല്ല പരിചയമുള്ള ബൈക്കാണത്. സുധീറിൻ്റെ ബൈക്ക് ഒരു വണ്ടി എറണാകുളത്ത് വണ്ടി കിക്കറിൽ ഒടിഞ്ഞു പോയി.
ഓക്കെ. അങ്ങനെ പൈസ ഞാൻ കൊണ്ട് കൊടുത്തിട്ട ആളാണ് വർഷാപ്പിലേക്ക്. ആ വർഷാപ്പിൽ ചേട്ടൻ്റെ പൈസ ഏൽപ്പിച്ച് അങ്ങനെ ശരിയാക്കാനല്ല. അപ്പോൾ ആ വണ്ടി ഇവിടെ ചോദിച്ചു റേണുവിൻ്റെ. അപ്പോൾ റേണു എൻ്റെ പറഞ്ഞത് വണ്ടി കിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഓക്കെ. കിച്ചു കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, റേണു ഇഷ്ടപ്പെട്ടില്ല. അത് കിച്ചുവിന് അത്ര ഒരു ഇതല്ല. പുള്ളിക്കാരി പറയുന്നു കൊച്ചു മറ്റേ മോനാണോ വരുന്നത് പറയുന്നത്, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ആ പുള്ളിക്കാരി വെറുപ്പാണ്. അത് ഈ കോട്ടയത്ത് കിച്ചു അങ്ങനെ നിൽക്കുന്ന ആളല്ല, കൊല്ലത്താണ് നിൽക്കുന്നത്. കൊല്ലത്താണ് നിൽക്കുന്നത്. കാരണം അവൻ്റെ നോട്ടം അതൊക്കെ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തത്തില്ല, അവൻ കൊല്ലത്തെ വിടത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവനെ പോലും മോശമാണ്. എന്നിട്ട് ആ ഈ കേസ് കൊടുത്തിട്ട് അന്ന് വൈകുന്നേരം വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞൊരു ചേച്ചിയാണെന്ന് തോന്നുന്നു. ചേച്ചി പുള്ളിക്കാരി വിളിച്ച് പറയണം, ഇനി ഈ കാര്യം പറഞ്ഞാൽ നമ്മളോട് കേസ് കൊടുക്കും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഏത് കാര്യം പറഞ്ഞു? ഈ കിച്ചുവിൻ്റെ കേസ് ഇനി പറഞ്ഞ താങ്കൾ പറഞ്ഞാൽ? പറഞ്ഞ ആരോട് പറഞ്ഞു? ഇനി ആരോട് പറയുകയാണെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞു? പറഞ്ഞാൽ കേസ് കൊടുക്കും പറഞ്ഞു. അതായത് കിച്ചു അവരെ നോക്കുന്ന നോട്ടങ്ങളും കാര്യങ്ങളും ശരിയാണ്, അതുകൊണ്ടാണ് അവരെ കോട്ടയത്ത് വീട്ടിൽ നിർത്താത്തത്. ആ വിഷയങ്ങൾ താങ്കൾക്കറിയാം, താങ്കൾ പരസ്യമായി മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ കേസ് കൊടുക്കുന്നു. അന്ന് അവർ മാരുതി കാറുണ്ട് ചേട്ടൻ ആ വീട്ടിൽ ഇപ്പം കിടപ്പുണ്ടായിരിക്കും, ഇപ്പം അറിയില്ലായിരിക്കും. ഒരു മാരുതി കാറുണ്ട്, വെള്ളക്കാർ. ആ വണ്ടി മൊത്തം പാഴ് പിടിച്ചും മൊത്തം. അപ്പം ഞാൻ പറഞ്ഞിട്ട് ശരിയാക്കി എടുക്കുന്നത് അതവിടെ ചേട്ടൻ ഉപയോഗിച്ചില്ല, അത് ഞങ്ങൾ പോടുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ലെന്ന്. കൊല്ലം സുധി ഉപയോഗിച്ച സാധനം പോലും അവർക്ക് വേണ്ട എന്നുള്ളതാണ്. പിന്നെ ആ വീട് കെട്ടി, ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ആ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി നോക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ രേണു അച്ഛനെന്ന് പറയുകയാണ്, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അവിടെ പണിക്കാറുണ്ട്, അവർ ചെയ്തോളും. അങ്ങനെ രേണുവിന് ആ വീട് അത്ര കംഫർട്ടല്ല, എനിക്ക് ഇവിടെയാണ് ഈ വീടാണ് ഇഷ്ടം, ശരി ഇവിടെയാണ് ഇഷ്ടം, വലിയ വീട് അത്ര ഇതല്ല എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ അതാ പറഞ്ഞത്. രേണുസുധിക്ക് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള റീച്ച് ഉണ്ട്. ഇപ്പൊ ഭയങ്കര സോഷ്യൽ മീഡിയ സെൻസേഷനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ബിഗ് ബോസിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് താങ്കളെപ്പോലുള്ള ആൾ വരുന്നു, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പൊ താങ്കൾ ഇതിന് റീച്ചിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് എന്നാ ഒരു കാര്യം ഇതിന് മുന്നേ വരായിരുന്നല്ലോ. ഇതിന് മുമ്പ് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? നിങ്ങളെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു വന്നത്. അതെ. എന്നിട്ട് നിങ്ങൾ എത്ര തവണ വിളിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചത്? നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടാണ്? നമ്മളിപ്പോ ഒരു 10 ദിവസത്തിന് മേളിലായിട്ട് താങ്കൾ കോൺടാക്ട് ചെയ്തത്. അപ്പം ഞാൻ ഒഴിഞ്ഞ് മാറിയില്ലേ ചെയ്തത്? അതെ. അപ്പോൾ ഇതിന് വേണ്ടി എനിക്ക് മുമ്പേ ചെയ്തു വരുന്ന അല്ല എന്ന് വെച്ചാൽ ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിലും ചോദിക്കാം, താങ്കൾ ചോദിക്കാം. ഇപ്പോൾ രേണുസുധി എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ സെൻസേഷനായിട്ടൊരു വ്യക്തി, ബിഗ് ബോസിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും അവരോടൊപ്പം തന്നെ താങ്കൾ റീച്ച് ആവും, അതിന് വേണ്ടിയാണോ? അതിനൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം. നമുക്ക് മുമ്പേ ഇതിനേക്ക് ചെല്ലാം. രേണുവിൻ്റെ ഇതിൽ നമുക്ക് മുമ്പേ എനിക്ക് സുധീരൻ്റെ ഇതിലേക്ക് മുമ്പേ നിങ്ങൾ ആരെയും വിളിച്ച് ഇങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും കയറായിരുന്നല്ലോ. അതെ. നിങ്ങൾ ഇത്ര 10 തവണ വിളിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളുടെ സഹകരിച്ചു വന്നത്. അതെ. ഇന്ത്യ എല്ലാവരും അങ്ങനെ പറയാം. എന്നെ ഒത്തിരി ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അന്ന് സഹകരിച്ചു. പിന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇതുവരെ കാർ ഓടിച്ച് വരുന്നത് കൊണ്ടാണ് മാത്രമാണ്. ഇപ്പോൾ രേണുസുധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളപ്പോൾ താങ്കൾ ഇങ്ങനെയുള്ള ഉടായ്പാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പിന്നീട് പോയോ? ഇല്ല, പോകേണ്ട ആവശ്യമില്ല. എൻ്റെ സ്റ്റേഷനിൽ പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കൊണ്ട് അവർക്ക് എഫ്ഐആർ ഇട്ടിട്ട് കേസ്, എഫ്ഐആർ അതിനകത്തൊന്നുമില്ല. എഫ്ഐആർ ഇടാനും കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് എഫ്ഐആർ ഇട്ടെന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കോടതി പോട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ സാറേ ഒരു കാര്യം ചെയ്യും, കോടതിയിൽ പോട്ട്. അത് രതീഷ് കോടതി പോകേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ രണ്ടും ഒരുമിച്ച് വന്ന് അത് നിങ്ങളുടെ 20% പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യയല്ലെന്ന് പറഞ്ഞത്, പ്രശ്നത്തിലേക്ക് ഇനി പേരിൽ വിളിക്കുന്നത് പറഞ്ഞു. എൻ്റെ ഈ പൈസയൊക്കെ ചോദിച്ചപ്പോൾ നിരവധി തർക്കങ്ങൾ താങ്കൾ തമ്മിൽ അപ്പം ഞാൻ അവിടുത്തെ പോലീസിനെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്കൾ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു അതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ താങ്കളുടെ ഉണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ, അത് എൻ്റെ ഫോൺ കേടായി ഇരുന്നു, അത് നന്നാക്കിയിട്ട് എടുത്തിടാം. പിന്നെ അത് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. രേണു ഇങ്ങനെ ബസ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടല്ലോ. ഫോൺ അയച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ. അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഉണ്ട്, അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അയച്ചാൽ മതി, അയച്ചു തരാം സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ മറ്റേ ഫോണിൽ നിന്ന് ഞാൻ അത് എടുത്ത് തരാം. പിന്നെ വേറെ ആണെങ്കിൽ ലക്ഷ്മി നക്ഷത്ര ചോദിച്ചാൽ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഫുള്ളായ വോയിസ് പുള്ളിക്കാരിയുണ്ട്. പിന്നെ എന്നെ അടിക്കാൻ ആളെ വിട്ടു, അത് എന്നെ അറിയാന്നുള്ള ആളെ. എന്തിനാണ് അടിക്കാൻ വിട്ടത്? ഈ പ്രശ്നത്തിന് പോലീസ് കേസ് കൊടുത്തിട്ട് എന്നെ അടിക്കാൻ എൻ്റെ ട്രൂപ്പിലുള്ള രേണു അറിയില്ലായിരിക്കും, എന്നെ അറിയാമെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ പുള്ളിക്കാരൻ അടിക്കാൻ ഏൽപ്പിച്ച് പുള്ളിക്കാരൻ എന്നെ വൈകിട്ട് വിളിക്കുന്നു. ഇത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ച്, ഈ പുള്ളിക്കാരൻ നിരന്തരം ഇങ്ങനെ വിളിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഈ കാര്യം പറഞ്ഞത്, ഞാൻ ചേട്ടാ എങ്ങനെ വിളിക്കുന്ന ആളല്ലല്ലോ, പിന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ സൂക്ഷിച്ചു, എൻ്റെ കൂടെ മാത്രമല്ല അവൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി നടന്നതെന്ന് പറഞ്ഞു. എന്താണ് ആ വ്യക്തി വിളിച്ച് പറഞ്ഞത്? ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അതായത് രേണുസുധി താങ്കളെ അടിക്കാൻ വേണ്ടിയിട്ട് ആളെ പോലീസ് കേസിൽ കൊടുത്തതിന് കൂടാതെ അല്ലാതെ അടിക്കാൻ ആളെ വെച്ചു. അവരാരെങ്കിലും നേരിട്ട് വന്നിരുന്നോ? അല്ല, എന്നെ ഒന്ന് പറഞ്ഞു, കാര്യം എനിക്ക് അറിയുന്ന ആളാണ്. അതിൽ ഒരാൾ എന്നെ അറിയുന്ന ആളാണ് എന്നെ ഒന്ന് പറയുകയും ചെയ്തത്. താങ്കൾ എന്താണ് അതിന് മറുപടി കൊടുത്തത്? മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ വിളിക്കാൻ വിളിക്കുന്നത്, ചേട്ടാ ഞാൻ എൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, ചേട്ടാ മൊത്തം കേൾക്കിട്ട് നോക്കുക പറഞ്ഞു റിസോർട്ട്. അപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഈ രേണുസുധിയുടെ ഇത് നിങ്ങളെ ഒന്ന് ലൈവ് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആവശ്യം പറഞ്ഞു.
ഇവിടെ തന്നെ പറഞ്ഞു. അപ്പോൾ അവർ ഈ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ അവർക്ക് പൈസ കൊടുത്ത് വരുത്തിയതാണോ അതോ അവർ ബന്ധം വെച്ചിട്ട് കൊണ്ടുവന്നോ? അതൊരു കാര്യം എന്നെ പറഞ്ഞില്ല, ഞാൻ ഇത്ര ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ എന്നെ വിളിച്ചു, ഇങ്ങനെ എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞ് അവർ മഴവിൽ മനോരമയിൽ എന്തൊക്കെ നമ്പർ എടുത്താണ് വിളിച്ചതെന്ന് ഇവരൊക്കെയായിരുന്നു അതല്ല പറഞ്ഞത്. അവർ കറക്റ്റായിട്ട് പറയത്തില്ല എന്താണെന്ന്. ഇപ്പോൾ താങ്കളുടെ കരിയറിനെ ബാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ രേണുസുതി എന്നുള്ളൊരു സൗഹൃദം, ഇപ്പോൾ താങ്കൾ ഇപ്പോൾ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിനെ അറിയാം, അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ കുടുംബത്തിന് സാമ്പത്തികമായി താങ്കൾക്ക് കഴിയാവുന്ന സഹായിച്ചു. പിന്നീട് എന്ന് വെച്ചാൽ ഒരു കടമായി കൊടുത്തു, ആ കടങ്ങൾ തിരിച്ചു കൊടുത്തപ്പോൾ താങ്കൾക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങളുണ്ടായി. താങ്കളുടെ കരിയറിന് ഇപ്പോൾ സിനിമ മേഖലയിൽ നിൽക്കുന്ന ഒരു അല്ല, വ്യക്തി ഞാനൊരു കാണിച്ചില്ല. പുള്ളിക്കാരൻ എഴുതിക്കിട്ടത് എൻ്റെ അമ്മയ്ക്ക് ചേർത്ത് വിളിച്ചത് ഈ ഇതില്ല, പുള്ളിക്കാരെ ഫ്രണ്ട്സിൻ്റെ ഇതിൽ ഇട്ട് കൊടുത്തതാണ്. ലഭിക്കാൻ പറ്റും, ഇതിനകത്തുണ്ടോ? അതിനകത്തുണ്ട് പൈസ കേസറ്. പിന്നെ മറ്റേത് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരാൻ പറഞ്ഞല്ലോ. നിങ്ങളെന്നെ ഇത്ര ഉണ്ടെന്ന് പറയുന്നു, അത്ര ഇല്ലെന്ന് അവള് പറയുന്നു. അപ്പൊ നിങ്ങളതിൽ ഉള്ള തെളിവ് നിങ്ങൾ അയച്ചതാ. നിങ്ങൾ എനിക്ക് ആ തെളിവ് അയച്ചു തരാതെ എന്റെ ഫോണിൽ ഇനി ഇത്രയാണ്. ഇനി ബാക്കി അവർ കുറ്റപ്പെടുത്തി പറയുന്നതാണ്. ഇനി വേറെ വെക്കണം, ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. അതൊക്കെ സ്ക്രീൻഷോട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പൈസ തിരിച്ചു വെച്ചപ്പോൾ തെളിവുകൾ സഹിതം കാണിച്ചാൽ മാത്രം പൈസ തിരിച്ചു, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ സുധീറിൻ്റെ മോൻ രേണുവിന് പറയാൻ പറ്റത്തില്ല ഞാൻ അവിടെ പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാം. രേണുവിൻ്റെ മോൻ ഞാനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോസ് അവർ വീടും കാണാം, ഞാൻ നിൽക്കുന്നതും കാണാൻ പറ്റും. മോനും എൻ്റെ കയ്യിൽ നിന്ന് കാണാം. ഞാൻ അയച്ചു തന്നായിരുന്നു മോൻ്റെ ഫോട്ടോ അവർക്ക്. ഞാൻ മോനായിട്ട് നിൽക്കുന്നത് നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിളിച്ച സമയത്ത്. ഓക്കെ. അപ്പോൾ രേണു അങ്ങനെ പറയാൻ പറ്റില്ല, എന്നെ അറിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. രേണു ഇപ്പോൾ ഇതുപോലുള്ള ആരോപണങ്ങളുണ്ടായി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ രേണു അറിയില്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ സുധിച്ചേട്ടൻ മുന്നേ ഒരു വിവാഹം കഴിച്ചിരുന്നു, വീണ എസ് പിള്ള. സത്യം പറഞ്ഞാൽ വീണയാണ് ഏതാ വൈഫ്. വീണയെ താങ്കൾക്കറിയോ? വീണ എനിക്കറിയത്തില്ല. വീണ അങ്ങനെ അത്ര ഒരു ഇതില്ല, പരിചയമില്ല. പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെയുള്ള മദ്രാസിൽ എവിടെയാണെന്ന് അറിയുന്നുള്ളത്. നമ്മളെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വീണ നമ്മളെ വോഡഫോൺ കോമഡി സ്റ്റാറിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സുധിയേട്ടൻ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ ഇടയ്ക്കാണ് ഈ ബന്ധം കൂടെ വരുന്നത്. അങ്ങനെയാണ് ഈ വലിയ പ്രശ്നങ്ങളുണ്ടായി റേണുവിനെ കൂടെ അങ്ങ് ആകുന്നത്. അല്ല, താങ്കൾ പറയുന്നത് വീണ എസ് പിള്ളയാണ് അവരുടെ യഥാർത്ഥ ഭാര്യ. അപ്പോൾ വീണ എസ് പിള്ളേനെ ആണ് യഥാർത്ഥ ഭാര്യ എന്ന് താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? അല്ല, ഞാൻ നമ്മളെ ട്രൂപ്പിൽ നമ്മളെ തിരുവനന്തപുരം കലാകയിലാണ് നിന്നത് സുധിയേട്ടൻ. ഓക്കെ. അങ്ങനെ അവർ പറഞ്ഞതും അറിവും എല്ലാം എനിക്കറിയാം. വീണയാണ് കല്യാണം കഴിച്ചെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോബി ചേട്ടൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. എൻ്റെ നമ്പർ എൻ്റെ മിസ്സായി ഫോൺ ചേഞ്ച് ആയപ്പോൾ. അങ്ങനെ ഞാൻ റേണു ചോദിക്കുകയായിരുന്നു, റേണു നമ്പറുണ്ടോ നോബി ചേട്ടൻ എനിക്ക് കാര്യം പറയാനുണ്ടോ പറഞ്ഞു. റേണു പറഞ്ഞ് എനിക്ക് ആരുമായിട്ടൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ എനിക്ക് നോബി ചേട്ടൻ നമ്പർ ഞാൻ വേറെ ആളൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നോബി വിളിക്കുന്നു, നോബി ചേട്ടനെ വിളിക്കുന്നു. ഒരു രാത്രി 2 മണിക്ക് റേണു മെസ്സേജ് ഇടുന്നു, നോബി ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് റേണു നിൻ്റെ നമ്പറില്ല, പിന്നെ എങ്ങനെയാണ് അത് നോബി ചേട്ടൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച കാര്യം എങ്ങനെയൊക്കെ അറിഞ്ഞ് ചോദിച്ചപ്പോൾ പിന്നെ അവൾക്ക് അത് പറയാനൊന്നുമില്ല. പിന്നെ ആ മെസ്സേജ് അന്ന് ഇട്ടില്ല. പിന്നെ അതിനെപ്പറ്റി ചോദിക്കാനും പോയില്ലേ. ഇപ്പോൾ ഈ രേണുസുതിയായിട്ട് താങ്കളുടെ ഒരു സൗഹൃദം തുടങ്ങി അത് എന്നാണ് അവസാനിച്ചത്? ഏത് ഡേറ്റ് ആണ്, ഏത് സമയങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല കേട്ടോ, ഇതുകൊണ്ട് പോയി നല്ലത് ഫോണാണ് മാറിയത്. ഓക്കെ. ഇത് എന്നാലും ഏതൊരു സമയം, ഈ വർഷം ഉണ്ടായിരുന്നു അതോ കഴിഞ്ഞ വർഷമാണോ, എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷം വരെയാണോ ഉണ്ടായിരുന്നത്? ഇപ്പം പൈസ അല്ലാതെ ഇപ്പം അവർ ആരോപിച്ചൊരു ആരോപണമുണ്ട് താങ്കൾ വിവാഹ അഭ്യർത്ഥന നടത്തിയെന്ന്. അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾ നടത്തിയിട്ടില്ല? ഇല്ല. ആ പുള്ളിക്കാർ അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കറിയത്തില്ല, തോന്നുന്നില്ല. ഇപ്പോൾ കൊല്ലം സുധി ചേട്ടൻ്റെ ഡ്യൂപ്പാണ്, അപ്പോൾ അങ്ങനെയുള്ളൊരു സിമ്പതി ഉണ്ട്. താജേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പുള്ളിക്കറി? അല്ല, പുള്ളിക്കറി ചേച്ചിക്ക് അറിയാലോ, എന്നെ അച്ഛനറിയാമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അച്ഛനറിയാമല്ലോ.